ഹായ് ഫ്രണ്ട്സ്, ഇനി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന നല്ല പഴുത്ത നേന്ത്രപ്പഴമൊക്കെ വീട്ടിലുണ്ടാകുന്ന സമയത്ത് നമുക്ക് വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഈ ഒരു 3 നേന്ത്രപ്പഴം ഒന്ന് ചെറുതായിട്ടൊന്ന് കഷ്ണങ്ങളാക്കി ഇതിട്ടിട്ടൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. ഒരുപാട് സമയം വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പഴം ഒന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി കേട്ടോ. ഒരുപാട് കളർ ചേഞ്ച് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഞാൻ നെയ്യിൻ്റെ അളവ് പറയാത്തതിൻ്റെ കാരണം നിങ്ങൾക്ക് നെയ്യ് കൂട്ടിയിട്ടോ കുറച്ചിട്ടോ ഒക്കെ എടുക്കുക. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ പഴം നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കുക. ഒരുപാട് തീ കൂട്ടി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പഴം ഒരു ബ്ലാക്ക് കളറായി പോകും കേട്ടോ. അപ്പോൾ കളർ ചേഞ്ച് ഇല്ലാണ്ട് വേണം നമ്മളിത് പഴം ഒന്ന് വാട്ടിയെടുക്കാൻ. അപ്പോൾ പഴം ഒന്ന് വെന്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ചിരകിയ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 2 കൈപ്പിടിക്കാണ് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. തേങ്ങ നിങ്ങൾക്ക് കൂടുതൽ ചേർക്കണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ചേർക്കാം. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് റവയും കൂടെ ചേർക്കുന്നുണ്ട്. അത്യാവശ്യം ഒരു വലിയ ഗ്ലാസ്സിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ വറുക്കാത്ത റവയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ റവയും കൂടെ ചേർത്തിട്ട് നമ്മൾ റവയും തേങ്ങയും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടൊന്ന് ഒന്നും കൂടെ ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ റവയും ഒക്കെ ആദ്യം സെപ്പറേറ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് വറുത്തിട്ട് ചേർക്കാം. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് പണി കുറച്ചും കൂടെ ഈസി ആയിരിക്കും. അപ്പോൾ എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇനി ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇതൊക്കെ ചേർക്കാം കേട്ടോ. നെയ്യ് ഒഴിച്ച സമയത്തിന് അതൊന്ന് വറുത്തിട്ട് ഇതിലേക്ക് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ കുറച്ച് ശർക്കര ഒന്ന് ഉരുക്കിയെടുത്തിട്ടുണ്ട്. അളക്കാണ്ട് ഉരുക്കിയെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ശർക്കര പാനി നിങ്ങൾ മധുരത്തിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. കുറച്ച് ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. മധുരം പാകമാണെന്നുണ്ടെങ്കിൽ പിന്നെ ചേർക്കേണ്ട ആവശ്യമില്ല. മധുരം ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെയും ചേർത്തിട്ട് നിങ്ങൾ മധുരം പാകമാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ശർക്കരയുടെ അളവ് പറയാത്തതിൻ്റെ കാരണം അതാണ്. ചിലർക്ക് നല്ല മധുരം വേണ്ടിവരും, ചിലർക്ക് ഈ ഒരു പഴത്തിൻ്റെ മധുരത്തിനോട് കൂടെ വളരെ കുറച്ച് മധുരം മതിയാവും. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ പാകത്തിന് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. ഇനി ഒരു നുള്ളു ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. നല്ല ഒരു ടേസ്റ്റുള്ള മധുരം ആവാൻ വേണ്ടിയിട്ടാണ്. ഒരു 3-4 ഏലക്കയും കൂടെ ഒന്ന് ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്കയുടെ ആ ഒരു ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നല്ല പോലെ ഒന്നുകൂടെ നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. റവയൊക്കെ നല്ല പോലെ ഒന്ന് വാട്ടിയെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ കുറച്ച് സമയം മതി ഇതെല്ലാം കൂടെ ഒന്ന് വെന്ത് കിട്ടാനായിട്ട്. അപ്പോൾ കുറച്ച് സമയം നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നട്ട്സൊക്കെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ നട്ട്സ് ഒന്നും ചേർക്കണില്ല കേട്ടോ. ഇനി നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇതാക്കിയെടുക്കാം. ഒരു വലിയൊരു പാത്രത്തിൽ വേണമെങ്കിൽ നെയ്യ് തടവിയിട്ട് അങ്ങനെ വേണമെങ്കിലും വെച്ചിട്ട് സെറ്റാക്കി എടുക്കാം. ഞാനിവിടെ ഒരു ചെറിയൊരു സ്റ്റീലിൻ്റെ പാത്രം എടുത്തിട്ട് നെയ്യൊക്കെ തടവിയിട്ട് അതിൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഒരു റൗണ്ട് ഷേപ്പ് ആക്കിയിട്ടാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കയ്യിൽ ഉരുട്ടിയിട്ട് നമ്മുടെ ലഡുവിൻ്റെ ഒക്കെ ഷേപ്പ് ആക്കിയിട്ട് അങ്ങനെ വേണമെങ്കിൽ ഉരുട്ടിയെടുക്കാം. അതൊക്കെ വീട്ടിലുണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏത് രൂപത്തിൽ വേണമെങ്കിലും ആക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല പോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് നമുക്കിതൊന്ന് കൊട്ടിയെടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ വളരെ ഈസിയാണ്. അപ്പോൾ ഈ ചൂടോട് കൂടി തന്നെ ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ റവ ഉള്ളത് കാരണം തന്നെ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് കട്ടിയായി പോവും. അപ്പോൾ ചൂടോട് കൂടി തന്നെ നല്ലപോലെ പ്രസ് ചെയ്തിട്ട് നമുക്ക് കൊട്ടിയെടുക്കാം. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഷേപ്പാണ് കേട്ടോ അത്. ചൂടോട് കൂടി നമുക്ക് ഉരുട്ടിയെടുക്കാനൊക്കെ ബുദ്ധിമുട്ടാവും, കൈ ചൂടുള്ള കാരണം തന്നെ. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് കയ്യിലൊന്നും ചൂടാവാണ്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഈസിയാണ്, അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.